അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ അധ്യക്ഷ ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഫാത്തിമ സിസി അവർ, സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനീയായ സംസ്ഥാന പ്രസിഡന്റ് സാജിദത്ത, അതോടൊപ്പം ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, നമുക്ക് ഏവർക്കും അറിയാം, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തിത്വത്തിനുടമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ നീതിയുടെ സാക്ഷ്യം എന്നുള്ള വിഷയത്തിലാണ് ഇവിടെ ഈ ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവിക ദർശനത്തെ, ദൈവികമായിട്ടുള്ള, കേവലം മാനുഷികമായിട്ടുള്ളതല്ല, ദൈവികമായിട്ടുള്ള ഒരു ദർശനത്തെ ലോകത്താകമാനമുള്ള മനുഷ്യരുടെ നന്മയ്ക്കും ലോകത്ത് മുഴുവനായും നീതി പുലരുന്നതിനു വേണ്ടിയും എത്രത്തോളം ഉപയോഗപ്പെടുത്താം എന്ന് ലോകത്തിന് കാണിച്ചു തന്ന, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു മനുഷ്യൻ. ആരായിരുന്നു പ്രവാചകൻ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിലുള്ള ഉത്തരമായി നമുക്ക് പറയുവാൻ സാധിക്കും. ഖുർആന്റെ ജീവിച്ചിരുന്ന മാതൃകയായിരുന്നു പ്രവാചകൻ എന്നുള്ളത്. അതിൽ തന്നെ സമഗ്രമായ ഒരു ഉത്തരം നമുക്കുണ്ട്. ഇതൊരു സെമിനാർ ആയതുകൊണ്ട് തന്നെ കേവലം ഒരു ആശംസ പ്രസംഗം എന്നുള്ളതിനേക്കാളും സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ, സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക അല്ലെങ്കിൽ ഗവേഷക എന്നുള്ള നിലയിൽ, ഇക്കണോമിക് വിസ്ഡം ആൻഡ് ജസ്റ്റിസ് ഓഫ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തികമായിട്ടുള്ള നൈപുണ്യം, ഒരു സാമ്പത്തിക നയതന്ത്രജ്ഞൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ നൈപുണ്യവും സാമ്പത്തിക നീതി പുലർത്തുന്നതിലുള്ള പ്രവാചകന്റെ സംഭാവനയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ഇന്നും നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക പ്രശ്നം എന്നുള്ളത്. സാമ്പത്തികമായി ഉച്ചനീചത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഉള്ളവനും ഇല്ലാത്തവനും, അല്ലെങ്കിൽ ദരിദ്രനും ധനികനും എന്നുള്ള രണ്ട് വലിയ ഡിവിഷൻ. അതോടൊപ്പം തന്നെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികൾക്ക് ഒരുപാട് കാരണങ്ങൾ. അത് വലിയൊരു കാരണമാണ് പലിശ. അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായ ഒരു പോളിസി ഇല്ലാത്ത, നയമില്ലായ്മ എന്നുള്ള ഒരു വലിയ പ്രശ്നം. അതോടൊപ്പം ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള സ്വാർത്ഥത, മറ്റുള്ളവർക്ക് എന്തൊക്കെ കോട്ടം സംഭവിച്ചാലും മാക്സിമം നേട്ടം നേടിയെടുക്കുക എന്നുള്ള ആളുകളുടെ സ്വാർത്ഥത. അതിനെല്ലാം ഉപരി എത്രത്തോളം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹിക അവസ്ഥ. ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലാണ് തീർത്തും സാമ്പത്തികമായി വളരെയധികം വളർച്ച പ്രാപിക്കാൻ സാധ്യതയുള്ള, വളരെയധികം സ്ഥിരത കൈവരിക്കുവാൻ സാധ്യതയുള്ള, സമൂഹത്തിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും, സാമ്പത്തികമായും അല്ലാതെയുമുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന, പലിശയിൽ നിന്നും മുക്തി നേടിക്കൊണ്ടുള്ള, ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ മുക്തമാക്കിക്കൊണ്ടുള്ള വിശാലമായ ഒരു ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നയതന്ത്രജ്ഞൻ കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏവർക്കും അറിയാം, മക്ക കണ്ടതിൽ വെച്ച് വളരെ പ്രമുഖയായ ഒരു വ്യാപാരിയുടെ കീഴിൽ, വളരെ സത്യസന്ധമായ ഒരു വ്യാപാരിയായിരുന്നു, കീഴിൽ ഒരു ആസ് എൻ ഏജന്റ്, ഒരു ഏജന്റ് ആയിക്കൊണ്ടുള്ള ഒരു ട്രേഡർ ആയിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ, മക്ക കണ്ടതിൽ വെച്ച് പ്രമുഖയായ ഒരു വ്യാപാരിയുടെ കീഴിലുള്ള ഒരു വ്യാപാരി, അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ പേരിലായിരുന്നു ലോകം ആദ്യമായി പ്രവാചകനെ അറിഞ്ഞത്. തുടർന്ന് നുബുവത്ത് ലഭിക്കുകയും അതിനുശേഷം ഉണ്ടായിരുന്ന ഹിജ്റ നമുക്കറിയാം 1447 വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. പ്രിയമുള്ളവരെ, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ നടത്തുകയുണ്ടായി, അല്ലെ? അതിൽ ഒട്ടനേകം മുഹാജിറുകൾ, അതായത് അവർ മക്കയിൽ വെച്ച് വലിയ ധനികരായിരുന്ന, വലിയ വ്യാപാരികളായിരുന്ന, ഒട്ടനേകം സമ്പത്തുകൾ ഉണ്ടായിരുന്ന ആളുകൾ കംപ്ലീറ്റ്ലി അവരുടെ എല്ലാം മുതലും പണവും സമ്പത്തും അവിടെ വിട്ടെറിഞ്ഞുകൊണ്ട്, ഇനി കയ്യിലെടുക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതും
മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു അവർ ഹിജ്റ നടത്തിയിട്ടുണ്ടായിരുന്നത്. കയ്യിലൊന്നുമില്ലാതെ തീർത്തും ഇല്ലാത്തവരായിക്കൊണ്ട്, ഹാവ് നോട്ട്സ് ആയിക്കൊണ്ടാണ് അവര് മദീനയിലേക്ക് എത്തുന്നത്. മദീനയിൽ അന്നുണ്ടായിരുന്ന വിഭാഗം യസ്രിബ് എന്നായിരുന്നു മദീന അറിയപ്പെട്ടിരുന്നത്. യസ്രിബ് പ്രധാനമായും 2 ഔസ് അതുപോലെ തന്നെ ഖസ്റജ് ഗോത്ര വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മദീന ഗോത്രക്കാർ നമ്മൾ പോപ്പുലർലി അവരെ അൻസാരികൾ എന്നറിയപ്പെടുന്നു. അതായത് സഹായികൾ എന്നുള്ള വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന അൻസാരികളും അതോടൊപ്പം മദീനയിലേക്ക് കുടിയേറി വന്നിട്ടുള്ള മുഹാജിറുകൾ, അഭയാർത്ഥികളായിട്ടുള്ള വിഭാഗവും. ഈ ഒരു വിഭാഗത്തിനിടയിൽ പ്രവാചകൻ കൊണ്ടുവന്ന ഏറ്റവും ആദ്യത്തെ വിശാലമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പള്ളികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രബോധനം നടത്തുന്നതിനേക്കാളും ആദ്യമായി നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു സമ്പത്തിന്റെ ഒരു പുനർവിതരണം എന്നത്. ഭയങ്കര വലിയൊരു മാതൃകയാണ്. അതായത് നമ്മൾ ഇന്ന് എക്കണോമിക് ടേംസിൽ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന 2 വിഭാഗമാണ് ഇവിടെ, മുഹാജിറുകളും അതുപോലെ തന്നെ അൻസാറുകളും. അൻസാറുകളിൽ നിന്നും, ഉള്ളവനിൽ നിന്നും സമ്പത്ത് വളരെ നീതിയുക്തമായി ഇല്ലാത്തവനിലേക്ക് ഒഴുക്കിക്കൊണ്ട് അവരെ പരസ്പരം ആ ഒരു ഷെയറിന്റെ, ആ ഒരു പരസ്പരം ആ ഒരു സാഹോദര്യത്തിന്റെ ഒരു വലിയ മാതൃക അവിടെ അവതരിപ്പിച്ചു. ഇസ്ലാമികപരമായ ആ ഒരു തത്വത്തിന് മുആഖാത്ത് എന്നുള്ള ഒരു പദത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സാഹോദര്യത്തിന്റെ വിശാലമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ വീട്, തങ്ങളുടെ മറ്റു എല്ലാവിധ കോപ്പും മുതലും ഇല്ലാത്തവരായ മുഹാജിറുകൾക്ക് കൂടി പങ്കുവെക്കുന്ന ഇസ്ലാമിന്റെ വിശാലമായ ഒരു സമ്പത്തിന്റെ പുനർവിതരണമാണ് ആദ്യം തന്നെ പ്രവാചകൻ അവിടെ നേതൃത്വം വഹിച്ചത്. ഒന്നാമത്തെ ഒരു സംഗതിയാണ് അപ്പോൾ ഒരു വെൽത്തിന്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ എന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി, മദീനയിൽ അതോടുകൂടി ജനസംഖ്യ വർദ്ധിച്ചു. ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കാത്ത, മറ്റു വിഭവങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ വലിയൊരു പ്രഖ്യാപനം നടത്തി. ആ ഒരു പ്രഖ്യാപനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമായി കൃഷി ചെയ്യുന്നവൻ ആരാണോ അവർക്കുള്ളതാണ് ആ ഭൂമി. തരിശായി ഓണർഷിപ്പ് ഇല്ലാതെ കിടക്കുന്ന ഭൂമി ആരാണോ കൃഷിയോഗ്യമാക്കുന്നത് ആ ഭൂമി അവനുള്ളതാണ്. നമുക്കറിയാം കേരളത്തിലൊക്കെ ഈ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം എന്നത് നടപ്പിൽ വരുന്നത് 10-40 വർഷങ്ങൾക്കകത്താണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന, ഭൂപരിഷ്കരണം എന്ന് പറയുന്ന വലിയ, അതായത് ഇവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ അളന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഭൂമിയിൽ എല്ലും മുറിയെ പണിയെടുക്കുന്ന, ചോര നീരാക്കി പണിയെടുക്കുന്ന കർഷകന് ആ ഭൂമിയുടെ പേര്, ഭൂമിയിലോ അല്ലെങ്കിൽ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി വസ്തുക്കളിലോ യാതൊരു ഓണർഷിപ്പും ഇല്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു നാടായിരുന്നു നമ്മുടേത്. അതിൽ മൊത്തം ജന്മിക്കാണ് അവകാശം. എന്നാൽ ഇവിടെ നേരിട്ട് കർഷകന്, ലാൻഡ് ടു ദ ടില്ലർ എന്ന ഒരു കോൺസെപ്റ്റ്, ഭൂമി ആരാണോ കിളച്ച് കൃഷി ചെയ്യുന്നത് അവന് അതിന്റെ ഉടമസ്ഥാവകാശം നൽകി എന്നുള്ളത്. അതോടുകൂടി മുഹാജിറുകളായിട്ട് വന്ന ആളുകള് അയ്യോ ഇനി മുതൽ പണിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുകയല്ല ചെയ്തത്. അവർക്കതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിരുന്നു, വളരെ വലിയൊരു പ്രോത്സാഹനമായിരുന്നു. അവര് ഭൂമി കണ്ടെത്തുകയും കൃഷി ചെയ്യുകയും അതോടുകൂടി മദീന സമ്പൽ സമൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ നാഷണൽ പ്രൊഡക്റ്റ്, അവിടുത്തെ ഒരു ദേശീയ ഉൽപാദനം എന്ന് പറയുന്നത് വർദ്ധിക്കാൻ തുടങ്ങി. ജനസംഖ്യ വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ ഉൽപാദനവും വർദ്ധിച്ചു. ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി ഉണ്ടായി. ലാൻഡ് റിഫോമിലൂടെ ആളുകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു, മികച്ച കർഷകരുണ്ടായി. അങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റീവ്, ഇസ്ലാമിക രാജ്യത്ത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, 3 വർഷത്തോളം ഒരു ഭൂമി അൺപ്രൊഡക്റ്റീവായി കൃഷിയൊന്നും ചെയ്യാതെ കടന്നാൽ ആ ഭൂമി നേരിട്ട് സർക്കാരിലേക്ക് ചേരുന്നുള്ള ആ ഒരു സംവിധാനം ഉണ്ട്. എന്താ വെച്ചാൽ ഭൂമി ഒരിക്കലും തരിശാക്കി കിടത്തരുത് എന്നുള്ള ആ ഒരു വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ രീതിയിൽ ഓണർഷിപ്പ് ഉണ്ടായി. അതുപോലെ തന്നെ അതോടുകൂടി സ്വയം പര്യാപ്തത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൈവരിച്ച ഒരു നാടായി മാറി മദീന. ഇവിടെ പ്രധാനമായി നേരിട്ട മറ്റൊരു പ്രശ്നമാണ് ഉൽപാദനം ഉണ്ടായി. എന്നാൽ ഇതൊക്കെയും മികച്ച രീതിയിൽ വിപണനം ചെയ്യുന്ന ഒരു നല്ല മാർക്കറ്റ് സംവിധാനം വേണമായിരുന്നു എന്നുള്ളത്. ആ ഒരു മാർക്കറ്റ് സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ മദീനയിലെ മിക്ക കച്ചവടവും മാർക്കറ്റുകളും കൈയാളിയിരുന്നത് ജൂതന്മാരായിരുന്നു. നമുക്കറിയാം കച്ചവടത്തിലായിക്കോട്ടെ മറ്റേത് കാര്യത്തിലും ഉള്ള ജൂതന്മാരുടെ സാമർഥ്യം എന്ന് പറയുന്നത് പൂഴ്ത്തിവെപ്പിലൂടെയും കരിഞ്ചന്തയിലൂടെയും കൃത്രിമ ക്ഷാമം ഉണ്ടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് അവരുടെ കീഴിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല മദീനയിൽ ഉണ്ടായിരുന്ന ഔസ്, ഖസ്റജ് ഗോത്രക്കാരെ പരസ്പരം തമ്മിലടിപ്പിച്ച് അവർക്കിടയിലേക്ക് ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്ന, ഇന്ന്
സയനിസവും അല്ലെങ്കിൽ മറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ രീതി അന്ന് നടത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കച്ചവടക്കാരായി. അപ്പോ അവരെ തിരുത്തുകയോ അതിലേക്ക് പോകുന്നതിന് പകരം സ്വന്തമായി ഒരു വലിയ വിപണി, മാർക്കറ്റ് സംവിധാനം സ്ഥാപിച്ചു അവിടെ പ്രവാചകൻ നടന്നത്. കേവലം ഒരു മാർക്കറ്റ് സ്ഥാപിച്ചു മാറി നിന്ന് ആത്മീയ കാര്യങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം അവിടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മികച്ച കച്ചവടക്കാര് മക്കയിൽ നിന്നും മദീനയിലേക്ക് മുഹാജിറുകളായി എത്തിയിട്ടുണ്ട്. അതുപോലെ മികച്ച കച്ചവടക്കാരെ, സത്യസന്ധരായിട്ടുള്ള കച്ചവടക്കാരെ അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിന് കൃത്യമായ നിയമങ്ങളും പോളിസികളും ആ മാർക്കറ്റിൽ ഉണ്ടാക്കി എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഏറ്റവും വലിയ സത്യസന്ധരായുള്ള കച്ചവടക്കാർ എന്നുള്ളത്. നിരന്തരം പ്രവാചകൻ അതിൽ നിരീക്ഷണം നടത്തുകയുണ്ടായി. അതിലൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. മാർക്കറ്റില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടറിഞ്ഞു, ഗോതമ്പ് വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരൻ അദ്ദേഹത്തിന്റെ ഗോതമ്പിൽ കൃത്രിമം നടത്തുന്നുണ്ട് എന്നുള്ളത് കേട്ടറിഞ്ഞു ഉടനെ തന്നെ അവിടെ എത്തുകയും പ്രവാചകൻ നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഗോതമ്പ് ചാക്കിനുള്ളിൽ കൈ ആട്ടിയപ്പോൾ മനസ്സിലായി മേൽഭാഗം ഉണങ്ങിയ ഗോതമ്പും താഴെ ഭാഗം നനഞ്ഞ ഗോതമ്പും ആണെന്നുള്ളത്. ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ച് ചൂടായപ്പോൾ അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ മഴ പെയ്തു, മഴ കൊണ്ട് നനഞ്ഞു പോയതാണ്. പക്ഷെ അവിടെ ആ കച്ചവടക്കാരനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരിക്കലും കൃത്രിമത്വമോ സത്യസന്ധതയില്ലായ്മയോ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വളരെ കർശനമായി ഈ രീതിയിൽ കൃത്രിമമോ സത്യസന്ധതയില്ലായ്മയോ കാണിക്കുന്ന ഒരു വ്യക്തിക്കും എന്റെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ സ്ഥാനമില്ലെന്ന ഉറച്ച പ്രഖ്യാപനം നടത്തുക കൂടിയാണ് ചെയ്തത്. ആ ഒരു ഇത് തന്നെ ഇസ്ലാമില് സത്യസന്ധമായ കച്ചവടത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. തൊട്ടടുത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി, 4ാമത്തെ സംഗതിയാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. നമ്മൾ എക്കണോമിക്സിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ് തൊഴിലിന്റെ മഹത്വം എന്നുള്ളത് അല്ലെ. തൊഴിലാളികളിൽ അധിഷ്ഠിതമായി ലോകത്ത് വലിയ ഇസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. മാർക്സിസം ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ഇസങ്ങളും തൊഴിലിനെയും തൊഴിലാളികളെയും അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് ഈ മോഡേൺ വേൾഡിൽ. എന്നാൽ ഈ പറഞ്ഞ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഈ തൊഴിലിന്റെ മഹത്വം എത്രത്തോളമാണ് എന്ന് നമ്മളെ വളരെയധികം ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അല്ലെ. അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും ഹസ്തദാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ഭയങ്കര പരുക്കനാണ് എന്ന് പ്രവാചകന് മനസ്സിലായി. ഇതെന്തുകൊണ്ടാണ് ഈ പരുക്കൻ കൈ എന്നുള്ളത് തീർച്ചയായും പ്രവാചകൻ അറിയാം. പക്ഷേ സദസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചു, എന്താണ് സുഹൃത്തെ നിങ്ങളുടെ കൈ ഇത്രയും പരുക്കനായി കിടക്കുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അധ്വാനത്തിന്റെ പാടാണിത്. അപ്പോ അദ്ദേഹത്തിന്റെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് സദസ്സിൽ വെച്ച് പറഞ്ഞതാണ്, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട കൈയാണ് ഇത്. അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലൂടെ, അതായത് അവർ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിക്ക് അദ്ദേഹത്തിന്റെ നെറ്റിത്തടങ്ങളിലെ വിയർപ്പ് കണങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പേ കൂലി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കൂലിയുടെ മഹത്വം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഒരാളെ പള്ളിയിൽ ദാനത്തിനായി കൈനീട്ടിയ ഒരാളെ അയാൾക്ക് ഒരു മഴു നൽകിക്കൊണ്ട് അയാളെ അധ്വാനത്തിന് പ്രേരിപ്പിച്ച് അയാളുടെ ആത്മാഭിമാനം ഉയർത്തുകയും അയാളുടെ പ്രൊഡക്ടിവിറ്റി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും അതോടുകൂടി അദ്ദേഹത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നടത്തിയ ഒരു പ്രവാചകൻ. അതായത് സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഒട്ടകത്തിന് സൂചിക്കോയിലൂടെ എങ്ങനെ കടക്കാൻ കഴിയും, അത്രത്തോളം നേരിയ ചാൻസ് മാത്രമേ ഉള്ളൂ ഒരു പണക്കാരൻ സ്വർഗത്തിലെത്താൻ. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മഹത്തരമായ പ്രവർത്തികൾ, ഏറ്റവും മഹത്തായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നടത്താമെന്നും, എന്നാൽ ആ സമ്പത്ത് ഹലാലായതും സക്കാത്ത് നൽകിയതുമായ സമ്പത്തായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ, അതായത് മുതലാളിക്കെതിരെയുമല്ല തൊഴിലാളിക്കെതിരെയുമല്ല, അല്ലെങ്കിൽ മുതലാളിക്കും തൊഴിലാളിക്കും നീതി ലഭിക്കുന്ന, സമൂഹത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ലഭിക്കുന്ന ഒരു മികച്ച സാമ്പത്തിക വ്യവസ്ഥ ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്ന ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്, മഹത് വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലും ഒട്ടനേകം നമുക്ക് പാലിക്കാനുള്ള സംഗതികളുണ്ട്. അതിൽ പ്രിയമുള്ളവരെ, ഏറ്റവും ആദ്യം ഉണർത്താനുള്ള ഒരു സംഗതിയാണ് സക്കാത്ത് സംവിധാനം എന്നുള്ളത്. അത് ഒറ്റക്കായും കൂട്ടായും നമ്മളിൽ പലരും പ്രോപ്പറായി നിർവഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിൽ കൃത്യതയില്ലാത്ത, അല്ലെങ്കിൽ പലപ്പോഴും
ശ്രദ്ധ ഇല്ലായ്മ കാണിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ രീതിയിലൊക്കെയുള്ള അവലംബം നമ്മൾ എത്രയൊക്കെ മറ്റു ഇബാദത്തുകളിൽ പ്രോപ്പറായാലും ഈ ഒരു അശ്രദ്ധ എന്ന് പറയുന്നത് പടച്ചവൻ അല്ലെങ്കിൽ ഒരു കാലത്തും നമുക്ക് പൊറുക്കപ്പെടുന്നതുമല്ല, നമ്മുടെ സ്വർഗം നിഷേധിക്കപ്പെടുന്ന പ്രവൃത്തിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാചകന്റെ ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലും ജീവിതത്തിൽ ഉടനീളം നീതിയുക്തമായ ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് എവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സെമിനാറിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്, ഈ ഒരു അവസരത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.